ഗോകുൽ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ SIT മുതിരുകയാണ്. ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? രോഹിണി, ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് കൂടുതൽ തെളിവെടുപ്പ് മൊഴിയെടുപ്പ് നടപടികൾ അടക്കം ഈ കേസിൽ അവശേഷിക്കുകയാണ്. അതിനുവേണ്ടിയിട്ടാണ് മാങ്കൂട്ടത്തിലിനെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനായിട്ട് അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് SIT സംഘം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുന്നുണ്ടാവുക. എന്തായാലും അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡി അപേക്ഷ കോടതി അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. കാരണം ഈ കേസിൻ്റെ ഗൗരവം കോടതിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്നലെ മജിസ്ട്രേറ്റിന് മുൻപാകെ രാഹുലിനെ ഹാജരാക്കിയ വേളയിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ കേസിൻ്റെ വ്യാപ്തി അന്വേഷണ സംഘം ബോധ്യപ്പെടുത്തിയിരുന്നതാണ്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ വീണ്ടും ഇന്ന് തിരുവല്ല കോടതിയിലും അന്വേഷണ സംഘം ആവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ SITയുടെ ആവശ്യത്തെ അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. രാഹുലിനെ വീണ്ടും അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടും. അതിനുശേഷം തിരുവല്ലയിലെ ഹോട്ടലിൽ, അതായത് ഈ പരാതിക്കാരി ഈ ലൈംഗിക അതിക്രമത്തിന് വിധേയമായി എന്ന് പറയപ്പെടുന്ന തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ച് രാഹുലിനെ പ്രധാനമായിട്ടും തെളിവെടുപ്പ് നടത്തണം. ഒപ്പം ഈ പരാതിക്കാരിയുടെ നഗ്ന ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന മൊബൈൽ ഫോൺ രാഹുലിൻ്റെ പക്കലുണ്ടെന്ന് പറയുന്നു. അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തെളിവെടുപ്പ് നടപടികളടക്കം അന്വേഷണ സംഘത്തിന് ഇനി പൂർത്തീകരിക്കേണ്ടതായിട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും രാഹുലിനെ 7 ദിവസത്തേക്ക് കൂടി കസ്റ്റഡിയിൽ വാങ്ങി ഈ നടപടികളൊക്കെ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടി തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. അതോടൊപ്പം തന്നെ കുറ്റപത്രമടക്കം ഈ കേസിൽ വളരെ വേഗത്തിൽ തന്നെ നൽകാൻ വേണ്ടിയിട്ടാണ്. അതായത് പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അതിന് മുന്നോടിയായി തന്നെ രാഹുലിനെതിരായിട്ടുള്ള കുറ്റപത്രം അടക്കം സമർപ്പിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ഈ അന്വേഷണ നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം എന്തായാലും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ചില തെളിവുകൾ ഇതിനോടകം തന്നെ അന്വേഷണ സംഘം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ തിരുവല്ലയിലെ ഹോട്ടലിൽ 2024 ഈ സംഭവം നടന്നുവെന്ന് പറയുന്നത്. അന്നത്തെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ രാഹുലും മാങ്കൂട്ടത്തിലും അതോടൊപ്പം തന്നെ പരാതിക്കാരിയായ യുവതിയും ഹോട്ടലിൽ എത്തുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം അന്വേഷണ സംഘത്തിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെളിവ് ശേഖരണം അടക്കം ഇതിനോടകം തന്നെ മികച്ച രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ അന്വേഷണം മുന്നോട്ട് പോകുവാനായിട്ട് SITക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് ബാക്കി ഈ തെളിവെടുപ്പ് നടപടികൾ കൂടി പൂർത്തീകരിച്ചുകൊണ്ട് അന്വേഷണം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാനാണ് SIT സംഘത്തിൻ്റെ തീരുമാനം. രോഹിണി. ശരി ഗോകുൽ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരുക്ക് മുറുകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. പ്രണയം നടിക്കുക, വിവാഹ വാഗ്ദാനം നൽകുക, അതിനുശേഷം ചൂഷണം ചെയ്യുക, ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ ചൂഷണം ചെയ്യുക, തുടർന്നങ്ങോട്ട് ഭീഷണി മുഴക്കുക, ഈ രീതിയിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിക്കൊണ്ടിരുന്ന ശീലം അല്ലെങ്കിൽ ആ പതിവ് രീതി എന്ന് പറയുന്നത് എന്തായാലും കൃത്യമായി തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ തെളിവുകളായി ലഭിച്ചിട്ടുണ്ട്. ഇനി ഏത് രീതിയിലാണ് കേസ് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിജീവിതകളെല്ലാം തന്നെ ശക്തമായി തന്നെ രാഹുലിനെതിരെ മൊഴികളും തെളിവുകളും നൽകുന്നതിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി ഏതെങ്കിലും രീതിയിലുള്ള രക്ഷപ്പെടൽ തന്ത്രം നടക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.